ഹായ്, ഞാനിന്ന് പാടി കിച്ചണിൽ ഉണ്ടാക്കാൻ പോണത് എല്ലാവർക്കും അറിയില്ല. പാലിൻ്റെ ആട കൊണ്ട് എങ്ങനെയാണ് നെയ്യ് ഉണ്ടാക്കുന്നതെന്ന് അറിയില്ല. ഞാനത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ എല്ലാവർക്കും കാണിച്ചു കൊടുത്തു. പല ആൾക്കാരും ചോദിക്കാറുണ്ട്. ഞാൻ ചോദിക്കാം, വീട്ടിലെ നെയ്യാണ് ഞാൻ യൂസ് ചെയ്യണമെന്ന് പറയുമ്പോൾ നിങ്ങൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന്. അപ്പോൾ ഞാൻ ഈ ആടൻ്റെ കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് ചിലവർക്കൊന്നും മനസ്സിലാവണില്ല. അത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ വീഡിയോയിലൂടെ കാണിച്ചു തരികയാണ്. അത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിപ്പോൾ ഞാൻ 1 ലിറ്റർ പാല് വാങ്ങിയിട്ടുണ്ട്, നല്ലപോലെ കാച്ചിയിട്ടുണ്ട്. നമുക്കിതിനെ ഇത് പാല് കാച്ചി നല്ലപോലെ കാച്ചി നല്ല ചൂടാറിയ ശേഷം ഒരു 3 മണിക്കൂറോളം നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം. എന്നാലേ നമുക്ക് ആട എടുക്കാൻ കിട്ടുള്ളൂ. അപ്പം ഞാനിതിപ്പോൾ കാച്ചിയിട്ടുണ്ട്, ഞാനൊന്ന് ഫ്രിഡ്ജിൽ വെക്കാം. ഒരു 3 മണിക്കൂർ കഴിയട്ടെ. എന്നിട്ട് നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. രാവിലെ നല്ലപോലെ തിളപ്പിച്ച് ചൂടാറാൻ വെച്ചിട്ട് ഫ്രിഡ്ജിൽ കയറ്റിയതാണ്. ആ ആട എങ്ങനെ ഇരിക്കണമെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിപ്പോൾ 1 ലിറ്റർ പാലാണ്. ഇതിപ്പോൾ ഞാൻ 1 ലിറ്റർ മേടിക്കും, ചിലപ്പോൾ 1.5 ലിറ്റർ പാല് മേടിക്കും. മേടിച്ച് കഴിഞ്ഞാൽ നല്ലപോലെ ഞാൻ തിളപ്പിക്കും. എന്നിട്ട് ചൂടാറാൻ വെച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് കയറ്റി വയ്ക്കും. അത് കഴിഞ്ഞ് ആട നമ്മൾക്ക് എടുക്കാൻ പറ്റണത് എങ്ങനെ. ഇതിപ്പോൾ ഞാൻ ഏകദേശം ഒരു 10-15 ദിവസമായി ഞാൻ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെയാണ് ഞാൻ നെയ്യ് ഉണ്ടാക്കാൻ പോണത്. ഇതൊന്ന് നമ്മളിപ്പോൾ ആട സ്പൂണ് കൊണ്ട് കൊടുക്കുക, കൈ കൊണ്ട് കൊടുക്കുക. ഞാൻ എളുപ്പത്തിന് എടുക്കാൻ പോണത് ഇതിങ്ങനെ എടുക്കും, കൈ കൊണ്ട് അങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ തൂക്കിയിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇതിൽ നിറച്ച് വയ്ക്കുക. ആട എടുത്ത് ഉടൻ തന്നെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ടതാണ്. എന്നിട്ട് ഇതിന് ചെയ്യേണ്ടത് മിക്സിൻ്റെ ഏറ്റവും വലിയ ജാർ എടുക്കുക, ജ്യൂസറിൻ്റെ ജാർ എടുക്കുക. അതെടുത്തതിന് ശേഷം ഈ ആട കുറച്ചായിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കണം. ഇങ്ങനെ ഇട്ട് കൊടുക്കണം. ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, കുറച്ചേ അടിക്കാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ ആദ്യം തണുത്ത വെള്ളം വേണം. ഈ വെള്ളം കൂടെ കുറച്ച് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നമ്മൾക്ക് ഇതിനെ അടച്ച് ഒന്ന് നല്ല പോലെ അടിച്ചെടുക്കും. ഇപ്പോൾ ഇതാണ്ടില്ലേ, നെയ്യായില്ലേ. ഇതിന് ഇവിടെ നമ്മൾ ഒരു തണുത്ത വെള്ളം വെക്കണം ഒരു പാത്രത്തിൽ. എന്നിട്ട് ഇതിലേക്ക് ഇങ്ങനെ ഒഴിക്കുക. ഒഴിച്ചു കഴിഞ്ഞാൽ നെയ്യ് തന്നെ ആയി കഴിഞ്ഞു. ഇത് നോക്കിക്കോളൂ. നല്ല തണുത്ത വെള്ളം നിർബന്ധമാണ്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ കാലത്ത് വന്നിട്ട് വേനൽക്കാലമാണ്. അത് കാരണം മഴക്കാലമാണെന്ന് വെച്ചാൽ നല്ല തണുപ്പുള്ള സമയമാണെന്ന് വെച്ചാൽ വേണ്ട, നമ്മുടെ സാധാ വെള്ളം മതി. ഇല്ലെങ്കിൽ നമ്മൾ കുറച്ചൊരു പാത്രത്തിൽ ഐസ് കട്ടയിട്ടിട്ട് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വേണം നല്ല പോലെ അടിക്കണം. അപ്പോഴേ പെട്ടെന്ന് നമ്മൾക്ക് ഇതിൽ വെണ്ണ അങ്ങോട്ട് ആയി കിട്ടുള്ളൂ. ഇല്ല, തണുത്ത വെള്ളം ഒഴിച്ചില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആവില്ല. ഇതാ കണ്ടില്ലേ, വെള്ളം തന്നെ നിൽക്കണ ഈ വെള്ളത്തിലേക്ക് നമ്മളിങ്ങനെ ഒഴിക്കുകയാണ്. ഇനി നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യങ്ങളേ വരുന്നില്ല. ഇപ്പം നോക്കിക്കോളൂ എങ്ങനെ ഇരിക്കണം. ഇതിനെ ഒന്നങ്ങോട്ട് ചേർത്ത് കൊടുത്താൽ കട്ടയാക്കിട്ട് ഞാൻ എല്ലാം ഒന്ന് അടിച്ചിട്ട് എടുക്കുന്നത് കാണിച്ചു തരാം. ഇതാ അവസാനത്തെയും കഴിഞ്ഞു. ഇപ്പം കണ്ടില്ലേ, ഇതാ നല്ല പോലെ ഞാനിതാ അടിച്ചെടുത്തു കഴിഞ്ഞു. നല്ല ഐസ് വെള്ളം നന്നായി വേണം. അത് വേനൽക്കാലം ആയതുകൊണ്ടാണ്. എന്നിട്ട് ഇതിനൊരു 2-3 പ്രാവശ്യം നമുക്ക് ഐസ് വെള്ളത്തിൽ ഈ വെണ്ണനെ ഒന്ന് കഴുകണം. ഇല്ലെങ്കിൽ ഇതിൽ തൈരിൻ്റെ അംശങ്ങൾ ഉണ്ടാവും. അതിനാണ് നമ്മൾ നല്ല പോലെ കഴുകണത്. ഇങ്ങനെ എടുത്ത് ഓരോരോ ചെറിയതാക്കി തട്ടി ഇതിലിടണം. ഐസ് വെള്ളത്തിലേക്ക് ഇടണം. ഇങ്ങനെ എടുത്തിട്ടിട്ട് നല്ല ഐസ് വെള്ളത്തിൽ നല്ല പോലെ അങ്ങോട്ട് കഴുകണം. അപ്പം നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കേണ്ട പാലുമായി വെണ്ണയുമായി. കുട്ടികൾക്ക് നല്ല നെയ്യ് കൊടുക്കാമല്ലോ. കുട്ടികൾക്ക് കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ ബുദ്ധിമുട്ടാണ് പറഞ്ഞിട്ട് കൊടുക്കില്ല. ചെറിയ കുട്ടികൾ വരയ്ക്കും ഇത് കൊടുക്കുക. പശുവും പാലാണ്, ഞാൻ ഇവിടെ പശു പാലാണ് മേടിക്കുന്നത്. നല്ല വീട്ടുപാല് കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും. ഇത് അറിയണില്ല ആൾക്കാർക്ക്. എങ്ങനെയാണ് ആട എടുക്കണ ചേച്ചി, എങ്ങനെയാണ് ചോദിക്കുകയാണ് എൻ്റെ അടുത്ത്. അപ്പോഴാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ശരി പറഞ്ഞാലും മനസ്സിലാവില്ല. നമുക്കിപ്പോൾ ഒരു ആട അടിക്കുന്ന സമയത്ത് അവരൊക്കെ ജോലിക്ക് പോയവരായിരിക്കുമല്ലോ. അപ്പം നമുക്കത് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല എങ്ങനെയാണെന്ന്. അപ്പം ഞാൻ വീഡിയോയിൽ കൂടെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഞാനിങ്ങനെ ഇത് പ്രത്യേകം കാണിച്ചു തരുന്നത് എങ്ങനെയാണ് എടുക്കുന്നത് എന്ന്. ഇങ്ങനെ എടുത്ത് ഇനി ഇതിനെ ഇനിയും ഒരു 2 വെള്ളത്തിൽ കഴുകണം. കഴുകിയ ശേഷം കാച്ചാവും. ഇതാ ഞാൻ 3-4 വട്ടം കഴുകി. ഇതാ നോക്കിക്കോളൂ, ഇങ്ങനെ കഴുകി ഇങ്ങനെ ഐസ് വെള്ളത്തിൽ തന്നെ ഇടണം. അങ്ങനെ എന്നാലേ വെള്ളം മുഴുവന് പോയിട്ട് നല്ല വെള്ളമായിരിക്കണം. ഇത് കഴുകുമ്പോഴും ഇതേപോലെ ഇരിക്കണം വെള്ളം.
എന്നാലേ നന്നായിരിക്കുള്ളൂ. നെയ്യ് മണം അടിക്കുകയോ ഒന്നും ചെയ്യില്ല. നമ്മൾക്കൊരു കുട്ടികൾക്കൊക്കെ ഒരു 3 മാസമായി നമ്മളിപ്പോൾ കോറയോ എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ഇട്ടൊക്കെ കൊടുത്താൽ അടിപൊളിയായിരിക്കും കുട്ടികൾക്ക്. ചെറിയ കുട്ടികൾക്ക് വരെ ഇത് നല്ല കൊടുക്കാം. നമ്മൾ സ്വന്തമായി ഉണ്ടാക്കിയതല്ലേ, അത് കാരണമാണ് ഞാൻ ഇങ്ങനെ ഇത്രയും നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരുന്നത്. ഇപ്പോൾ ഇതാ കടയണ്ട, ഒന്നും ചെയ്യണ്ട. ചിലവർ കട കോഴിട്ട് എത്ര നേരം കടയൊന്നും വേണ്ട, മിക്സിയിലിട്ട് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ എളുപ്പമായി നമുക്ക് നെയ്യ് എടുക്കാം. ഇങ്ങനെ നമ്മൾ വൃത്തിയായി കഴുകി ക്ലീനാക്കി ഇനി നമുക്ക് ഇതിനെ നമ്മൾ കാച്ചുന്ന പാത്രത്തേക്കാക്കാം. ഞാനിപ്പോൾ കാച്ചുന്നത് ഇതിലാണ്. ഏത് പാത്രത്തിൽ വേണമെങ്കിലും നമുക്ക് കാച്ചിയെടുക്കാം. പക്ഷെ ഒട്ടും വെള്ളം ഉണ്ടാകാൻ പാടില്ല, നല്ല പോലെ ആക്കണം. ഞാൻ എന്താ ചെയ്യണം നോക്കിക്കോളൂ. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാക്കി വെച്ച് ഇതുപോലെയൊക്കെ ചെയ്യാമല്ലോ. നല്ല പോലെ ഒന്നിങ്ങനെ ഉരുട്ടിയെടുക്കണം. ഇതെന്തിനെങ്ങനെ ഉരുട്ടണമെന്ന് വെച്ചാൽ ഇതിൽ വെള്ളം ഉണ്ടെങ്കിൽ മുഴുവനും പോവും. ഇതിങ്ങനെ നല്ല പോലെ ഇങ്ങനെ ഉരുട്ടി എടുക്കണം. ഇതിപ്പോൾ ഒരു 10-15 ദിവസത്തെ വെണ്ണയാണ്. നമ്മൾക്ക് സൗകര്യം ഉണ്ടാകുമ്പോൾ ഞായറാഴ്ചകളിലോ എപ്പോഴാണ് സമയം രാവിലെ നമുക്കിങ്ങനെ ചെയ്യാവുന്നതാണ്. നല്ല നെയ്യ് കൊടുക്കാമല്ലോ കുഞ്ഞുങ്ങൾക്ക്. സ്കൂൾ വിട്ട് വരുമ്പോൾ മസാല ദോശ, പിന്നെ നമുക്ക് എന്തിലും പഴനുറുക്കിൽ എല്ലാത്തിലും ഈ നെയ്യ് യൂസ് ചെയ്ത് കൊടുക്കാം കുട്ടികൾക്ക്. അപ്പോൾ നമുക്കിതിനെ ഒന്ന് ഉരുക്കിയെടുക്കാം. ഇനി നമുക്കിതിനെ ഒന്ന് കാച്ചാൻ വയ്ക്കാം. ഞാൻ എങ്ങനെ കാച്ചുന്നതും കൂടെ ഒന്ന് കാണിച്ചു തരാം. ഈ ചട്ടിയല്ല, നിങ്ങൾക്ക് ഏത് ചട്ടി വേണമെങ്കിൽ യൂസ് ചെയ്യാം, നോൺ സ്റ്റിക്കിൻ്റെയോ എന്ത് വേണമെങ്കിൽ. പക്ഷെ അത് കറക്റ്റായിരിക്കണം നെയ്യ് കാച്ചണത്, കരിയാനോ അതൊന്നും പാടില്ല. ഇതാ വെച്ചിട്ടുണ്ട്. ഒന്ന് നല്ല പോലെ ചൂടായി വരുമ്പോൾ ഒരു സ്പൂണിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. നന്നായി ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾക്കിതിൽ ഒരു എന്ത് തവി വേണമെങ്കിലും ഉപയോഗിക്കാം. എന്നിട്ട് നമ്മൾ നല്ല പോലെ ഇത് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. അടി പിടിക്കാതെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. കുറച്ച് ഇതൊക്കെ നല്ല പോലെ അലിഞ്ഞു എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുക, തീ കമ്മിയാക്കി വെക്കാം. നല്ല കട്ടി വെണ്ണയാണ്, അതാണ് മുരുകാൻ നല്ല ഇതാണ്. നല്ല പോലെ ഒന്ന് ചൂടാവട്ടെ, എന്നിട്ട് നമുക്ക് തീ കമ്മിയാക്കാം. ഇപ്പൊ ഒന്ന് നല്ല തിളക്കട്ടെ. ഇപ്പൊ നല്ല പോലെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾക്ക് ഇനി തീ കുറച്ച് വയ്ക്കാം. നല്ല പോലെ തിളച്ച് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് തീ കുറച്ചിട്ട് മെല്ലെ ആവുള്ളൂ. ഇപ്പൊ നല്ല പോലെ നെയ്യ് ആയി വന്നിട്ടുണ്ട്. ഞാനപ്പോ ഇതിൽ ചേർത്താൻ പോണത് ഇത് മുറുകാറായി. നെയ്യ് നമ്മ വാങ്ങാറാകണതിന്റെ മുന്നേ ഒരു ചെറിയുള്ളി നല്ല പോലെ ചതച്ചത് ഇതിലിടും. അപ്പൊ ഈ ചെറിയുള്ളി ഒന്ന് മുറുകി കഴിഞ്ഞാൽ നമുക്ക് വാരിയെടുക്കാം. അത് കഴിഞ്ഞതും ഒരു തുളസിന്റെ കഴുത്ത്, അതായത് കരിന്തുളസിയില്ലേ, നമ്മുടെ വീട്ടിലൊക്കെ തുളസി ഉണ്ടാവില്ലേ, ആ തുളസി, ഇതാണ് തുളസി, ഇത് ഞാൻ ഇതിലിടും. എന്നിട്ട് ഇതും കൂടെ ഒന്ന് നല്ല മൂത്ത നമ്മൾക്ക് വാങ്ങി മാറ്റാവുന്നതാണ്. ഈ ഉള്ളിയും തുളസിയും ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് അത് നല്ല മണം കിട്ടാനാണ്. നല്ല മണം ഉണ്ടാവും. ഇടണമെങ്കിൽ ഇട്ടാൽ മതി, ഇല്ലച്ച ഇടണ്ട. പക്ഷെ ഞാനിതൊരു നല്ല മണത്തിന് വേണ്ടി പറയുന്നു. നമുക്ക് ഇത്തിരി ഇതൊന്ന് മൂത്ത് വരണം, ഇവരക്ക് വെക്കുക. നല്ല പോലെ മുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിടാം. നല്ല മണം വരുന്നുണ്ട്, ഇവിടെ നിൽക്കാനേ പറ്റില്ല, അത്രയും മണം. അത് കാരണം നമ്മൾക്ക് ഇതൊന്ന് ഓഫ് ചെയ്തിടാം. അത് മണം കൊണ്ടല്ല, ഇപ്പൊ ഇനി നമ്മൾക്ക് ഒരു പാത്രത്തേക്ക് ഇതിനെ മാറ്റാം. അതിപ്പോ നമ്മ യൂസ് ചെയ്യണ പാത്രം ഏതാണെന്ന് വെച്ചാൽ അതിലേക്ക് എടുത്തു വെച്ചാൽ മതി. അപ്പൊ നമുക്ക് ഗ്യാസ് ഓഫ് ആക്കിയിടാം. ഇനി നമുക്ക് പാത്രത്തേക്ക് മാറ്റാം. ഇത്രയും നന്നായിട്ടുള്ള നെയ്യ്, നന്നായി നോക്കുള്ളൂ. ഇത്രേ പണിയുള്ളൂ. ഇങ്ങനെയാണ് ഞാൻ നെയ്യ് തയ്യാറാക്കുന്നത്. ഇത് നമ്മുടെ കുട്ടികൾക്കൊക്കെ കൊടുത്തൂടെ? എങ്ങനെയിരിക്കും കൊടുത്താ? നന്നായിട്ടില്ലേ? ഈ കാണാൻ തന്നെ എന്ത് രസമാണത്. ഒരു സ്പൂണൊക്കെ എടുത്ത് പായസത്തിലോ അല്ലെങ്കിൽ നമുക്ക് ബ്രെഡിലോ നേരിട്ടോ എന്ത് വേണമെങ്കിലും എന്തെങ്കിലും കഴിച്ചുകൂടെ? ഇതുവരെ ഞാൻ ഉണ്ടാക്കിയതാ. ഇപ്പോൾ ഒഴിച്ചു വെച്ചത് ചൂടാറാൻ വെച്ചിരിക്കണേ. ഇതിൻ്റെ മുമ്പൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കുന്നത്. ചൂടാറിയതിന് ശേഷം ഒരു ബോട്ടിലിൽ കാട്ടിത്തരാം. എന്താ ഇങ്ങനെ ഇരിക്കും. തണുത്ത് കഴിഞ്ഞ് നമുക്ക് ഓരോ സ്പൂൺ എടുത്തിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇതിലൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട്.
ഇതിലും അതേപോലെ തന്നെയാണ് നിറച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി ഇത് ചൂടാറിക്കഴിഞ്ഞ് ഞാൻ ഇതിലേക്ക് ഒഴിക്കും, എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കും. അപ്പം ഇനി അടുത്ത ഒരു പുതിയ സാധനമായിട്ട് ഞാൻ അടുത്തതായി വരുന്നതായിരിക്കും. ഹായ്.